ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചാളക്കറി അല്ലെങ്കിൽ മത്തിക്കറി ആയിട്ടാണ്. ഒരു സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കറിയാണിത്. നിങ്ങൾ ഇതുപോലെ ഇതുവരെ ചാളക്കറി വെച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് റെസിപ്പി മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 5 കഷ്ണം ചാള ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുഴുവനോടെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 2 വലിയ സ്പൂൺ തേങ്ങ ചിരവിയതും 8 ചെറിയുള്ളിയും 1 സ്പൂൺ കുരുമുളകും 1 വലിയ സ്പൂൺ നമ്മുടെ അരി, മട്ട അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വൈറ്റ് റൈസ് ആയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ പാനിൽ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഒരുപാട് വറുക്കണ്ട കേട്ടോ. നമ്മൾ തീയലിനൊന്നും വറുക്കുന്ന പോലെയല്ല ഇത് വറുക്കേണ്ടത്. ഒന്ന് ചെറിയ ബ്രൗൺ കളറായി അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. അതിലേക്ക് 4 കഷ്ണം കോൽപ്പുളി ഉണ്ടല്ലോ, അതും അതിൻ്റെ ഒപ്പം ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഇത് നല്ല എരിവുണ്ടാവും കുരുമുളകുള്ളതുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് മുളക് പൊടി 1.5 സ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. നല്ല എരിവുള്ള ഒരു കറിയാണിത്. അത് ഈ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കുകയാണ്. തീ ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികൾ ഇടേണ്ടത്, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞ് മൊത്തത്തിൽ കറി കൊള്ളായി പോകട്ടോ. അപ്പോൾ ഇനി ചൂടാറിയ ശേഷം നമ്മൾ ആദ്യം ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം തന്നെ വെള്ളം ചേർക്കരുത്. പൊടിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി മീൻകറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 നുള്ള കടുകിട്ട് പൊട്ടിച്ച് ഒരു 10 വെളുത്തുള്ളി അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വാടി വരുമ്പോൾ നമ്മളുടെ ഈ സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ടല്ലോ, അരച്ച മസാലക്കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക, ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചാറ് കുറുകി വരണം കേട്ടോ. കുറുകി വന്നതിന് ശേഷം മാത്രം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ടാൽ മതി. ഒരുപാട് കുറുകല്ല, കുറച്ചൊന്ന് കട്ടിയായി വന്നതിന് ശേഷം നമ്മുടെ ചാള പീസുകൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടേട്ടാ. ശരിക്കും നമ്മൾ സബോളയും തക്കാളിയും ഒന്നും ഉപയോഗിക്കുന്നില്ല, എന്നാൽ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് താനും. അപ്പോൾ ഇതാ നമ്മുടെ ചാറൊക്കെ കുറുകി മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അതേപോലെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.